നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൈപ്പമംഗലം ചളിങ്ങാട് യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 4 BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എടമുട്ടം പാലപ്പെട്ടിയിലേക്ക് മാറ്റി സ്ഥാപിച്ച ബിവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് വലപ്പാട് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ BJP വനിതാ അംഗങ്ങൾ ഉപവാസ സമരം നടത്തി. കുഞ്ഞുണ്ണി മാഷിന്റെ സ്മരണയ്ക്കായി ഉടൻ സ്മാരകം നിർമ്മിക്കാൻ വലപ്പാട് ചേർന്ന സ്മാരക സമിതി യോഗം തീരുമാനിച്ചു. വാർത്തകൾ വിശദമായി. കൈപ്പമംഗലം ചളിങ്ങാട് യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 4 BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൈപ്പമംഗലം പനമ്പിക്കുന്ന് കണ്ണോത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ, ചളിങ്ങാട് സ്വദേശി LBS കോളനിയിൽ പുത്തരിക്കാട്ടിൽ കണ്ണൻ എന്ന് വിളിക്കുന്ന ജിനോദ്, വഴിയമ്പലം കടവിൽ വലിയ പറമ്പിൽ സുമേഷ്, പടിഞ്ഞാറ് വെമ്പലൂർ കൂനിയാറ കോളനിയിൽ കുറ്റിപ്പറമ്പിൽ സന്ദീപ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ CI PC ബിജുകുമാറും സംഘവും ചേർന്ന് പിടികൂടിയത്. കഴിഞ്ഞ ശനിയാഴ്ച അർദ്ധരാത്രിയിലാണ് സംഭവം. വഴിയമ്പലം കിഴക്ക് ഭാഗം മലയാറ്റിൽ ക്ഷേത്രത്തിനടുത്ത് പരത്തേഴത്ത് വീട്ടിൽ സഗീറിന്റെ മകൻ മുഹമ്മദ് റാഫിക്കാണ് വെട്ടേറ്റത്. റാഫിയുടെ സഹോദരന്റെ കല്യാണത്തലേന്ന് സൽക്കാരവും ഗാനമേളയും കഴിഞ്ഞ് സമീപത്തെ ഗ്രൗണ്ടിൽ ഇരുന്നിരുന്നവരെ മാരകായുധങ്ങളുമായി ഓട്ടോറിക്ഷയിലെത്തിയ സംഘം ഇവിടെ ആരെയും ഇരിക്കുവാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാൾ വീശുകയും ചിതറിയോടുന്നതിനിടെ നിലത്തു വീണ റാഫിയെ പുറത്ത് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. സംഭവത്തിന് ശേഷം പ്രതികൾ ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. പിറ്റേ ദിവസം പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷ കോഴിക്കോട് ചേവായൂരിൽ ഉപേക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. പ്രതികളെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. വെട്ടാൻ ഉപയോഗിച്ച വാളും മറ്റൊരു വാളും സമീപത്തെ ക്ഷേത്രത്തിനടുത്ത കൈതക്കാട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. ഈ കേസിൽ പ്രശാന്ത് എന്ന ഒരാളെ കൂടി പിടികൂടുവാനുണ്ട്. പിടികൂടിയ പ്രതികളെ കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കി. എടമുട്ടം പാലപ്പെട്ടിയിലേക്ക് മാറ്റി സ്ഥാപിച്ച ബിവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് വലപ്പാട് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ വനിതാ BJP അംഗങ്ങൾ ഉപവാസ സമരം നടത്തി. പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ബിവറേജ് ഔട്ട്ലെറ്റ് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുവാനുള്ള ശ്രമം അപലപനീയമാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ് പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന മേഖലയെ പോലീസിന്റെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ധിക്കാരത്തോട് കൂടിയിട്ടാണ് LDFന്റെ ആ പഞ്ചായത്ത് ഭരണാധികാരികൾ അവിടെ ഇത് സ്ഥാപിക്കുമെന്നുള്ള ഒരു അഹങ്കാരത്തോട് കൂടിയിട്ടാണ്, അതിനെതിരായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർമാർ ഉപവാസം സംഘടിപ്പിച്ചിട്ടുള്ളത്. പാലപ്പെട്ടിയിൽ ഏതാനും ദിവസം മുമ്പ് മാറ്റി സ്ഥാപിച്ച ബിവറേജ് ഔട്ട്ലെറ്റിനെതിരെയുള്ള തുടർ സമരങ്ങളുടെ ഭാഗമായാണ് BJP വനിതാ അംഗങ്ങൾ ഏകദിന ഉപവാസ സമരത്തിനിറങ്ങിയത്. വിവാദമായ ഔട്ട്ലെറ്റ് നിലനിൽക്കുന്ന വലപ്പാട് പഞ്ചായത്തിലെ 15-ാം വാർഡംഗം ലെന്നി ഹരിദാസും 17-ാം വാർഡംഗം ബിന്ദു രാജു എന്നിവരുമാണ് ഓഫീസിന് മുൻപിൽ പ്ലക്കാർഡുകളുമേന്തി ഉപവാസ സമരം നടത്തുന്നത്. ഔട്ട്ലെറ്റിനെതിരെയുള്ള ജനരോഷത്തെ തള്ളിക്കളയുന്നതിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും പിന്മാറണമെന്ന് വനിതാ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പോലീസിന്റെ സഹായത്തോടെ ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിക്കുന്നത് CPM ഉൾപ്പെടുന്ന LDFന്റെ ധിക്കാരപരമായ നീക്കമാണ്. ജനവാസം കുറഞ്ഞ മേഖലയിലേക്ക് ഔട്ട്ലെറ്റ് മാറ്റിയില്ലെങ്കിൽ BJP അതിശക്തമായ സമരം നടത്തുമെന്നും A. നാഗേഷ് പറഞ്ഞു. BJP നേതാക്കളായ NK ബീതിഹരൻ, PV ആനന്ദൻ, വാസുദേവൻ തെക്കിനിയടുത്ത്, KS ഷിതേഷ് എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. SN-പുരത്തെ മദ്യശാല മതിലകത്തേക്ക് മാറ്റുവാനുള്ള നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കർഷക തൊഴിലാളി കേന്ദ്ര കമ്മിറ്റി അംഗം ലളിത ബാലൻ ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയുള്ള ചെറുക്കന്റെ സ്വഭാവം? കുടിയനാണോ? മറ്റേതെങ്കിലും തരത്തില് അവന്റെ സ്വഭാവ വൈകല്യങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഇപ്പൊ പറയുന്നത് അവൻ കുടിച്ചാൽ നീർന്നു നിൽക്കാൻ ശേഷിയുള്ളവനാ. 4 കാലം എഴുതുന്നവനല്ല. അത് മതി. ആ സമൂഹത്തിന്റെ മനസ്ഥിതി മാറ്റം വന്നിരിക്കുക. ഇതെങ്ങനെയാ വന്നത്? ഇതൊരു വിപത്തായി വന്നിരിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞിട്ട് പോലും അതിനെതിരെ പ്രതിരോധിക്കാൻ നമ്മൾ ആരും തയ്യാറാകാത്തതിന്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോ ഇത്തരത്തിലുള്ള വൻ പ്രതിരോധത്തിലേക്ക് പോവേണ്ട സ്ഥിതി ഉണ്ടായിട്ടുള്ളത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ബാർ കേന്ദ്രീകരിച്ച ഒട്ടേറെ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ, പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് ബാറുകൾ കേന്ദ്രീകരിച്ച. ഷീജ ബാബു അധ്യക്ഷയായി. ഹേമലത ഗോപാലൻ, MA വിജയൻ, EG സുരേന്ദ്രൻ, PH നിയാസ് തുടങ്ങിയവരും സംസാരിച്ചു.
കുഞ്ഞുണ്ണി മാഷിന്റെ സ്മരണയ്ക്കായി ഉടൻ സ്മാരകം നിർമ്മിക്കുവാൻ വലപ്പാട് ചേർന്ന സ്മാരക സമിതി യോഗം തീരുമാനിച്ചു. ഗീതാ ഗോപി MLA അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. ഗീതാ ഗോപി MLA ചെയർപേഴ്സണായി അടുത്തിടെ പുനഃസംഘടിപ്പിച്ച സമിതിയുടെ പ്രഥമ യോഗമാണ് ഇന്ന് നടന്നത്. വലപ്പാട് അതിയാരത്ത് തറവാടിനോട് ചേർന്ന് ബന്ധുക്കൾ വിട്ടു നൽകിയ 5 സെന്റ് ഭൂമിയിലാണ് സ്മാരകം നിർമ്മിക്കുക. 3.25 സെന്റ് ഭൂമി തണ്ണീർത്തടവും 1.25 സെന്റ് കരഭൂമിയും ഉൾപ്പെട്ടതാണ് സ്ഥലം. ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും സ്മാരക മന്ദിരത്തിന് രൂപരേഖ തയ്യാറാക്കുന്നതിനുമായി 2 ഉപസമിതികൾക്കും യോഗം രൂപം നൽകിയിട്ടുണ്ട്. തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ട നിയമ തടസ്സങ്ങൾ എളുപ്പം പരിഹരിക്കാനാകുമെന്ന് യോഗം വിലയിരുത്തി. ഇതിനായി ജില്ലാ കലക്ടർക്ക് ഉടൻ കത്ത് നൽകും. സ്മാരക സമിതിയുടെ ട്രഷറർ കൂടിയാണ് ജില്ലാ കലക്ടർ. സമിതി സെക്രട്ടറി VR ബാബു, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR സുഭാഷിണി, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK തോമസ്, VG ഹരികുമാർ തുടങ്ങി സമിതി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. ഭൂമിയുമായി ബന്ധപ്പെട്ട നിയമ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള ഉപസമിതിക്ക് വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് EK തോമസും, രൂപരേഖ ഉപസമിതിക്ക് CK ബിജോയ്, VG ഹരികുമാർ എന്നിവരും നേതൃത്വം നൽകും. തിരുവനന്തപുരം ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് AISF നടത്തിയ പഠിപ്പുമുടക്ക് സമരത്തിനിടെ തൃപ്പയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ AISF പ്രവർത്തകനെ SFI പ്രവർത്തകർ വളഞ്ഞിട്ട് മർദ്ദിച്ചു. ലോ അക്കാദമി സമരത്തിൽ വിദ്യാർത്ഥി വഞ്ചന ബോധ്യപ്പെട്ട ജാള്യത മറയ്ക്കാനാണ് AISF പ്രവർത്തകരെ SFI ആക്രമിക്കുന്നതെന്ന് AIYF ജില്ലാ പ്രസിഡന്റ് KP സന്ദീപ് പറഞ്ഞു. ഇന്ന് രാവിലെയാണ് പോളിടെക്നിക് കോളേജിൽ AISF പ്രവർത്തകന്റെ നേരെ SFI പ്രവർത്തകരുടെ ആക്രമണമുണ്ടായത്. ലോ അക്കാദമി സമരത്തിന് പിന്തുണയുമായി സംസ്ഥാനമൊട്ടാകെ AISF ഇന്ന് പഠിപ്പ് മുടക്കി സമരം പ്രഖ്യാപിച്ചിരുന്നു. രാവിലെ കോളേജിലെത്തിയ AISF പ്രവർത്തകനും 3ാം വർഷ മെക്കാനിക്കൽ വിദ്യാർത്ഥിയുമായ EM ജിത്തിനെ ഒരു കൂട്ടം SFI പ്രവർത്തകർ തടയുകയായിരുന്നു. ലോ അക്കാദമി വിഷയത്തിൽ കോളേജിൽ സമരം നടത്തിയാൽ തല്ല് കിട്ടുമെന്നായിരുന്നു AISF പ്രവർത്തകനോടുള്ള SFIയുടെ ഭീഷണി. കോളേജിൽ കയറരുതെന്ന ഭീഷണി അവഗണിച്ചതോടെ 50 അംഗ SFI പ്രവർത്തകർ ജിതിനെ മർദ്ദിക്കുകയായിരുന്നു. കഴുത്തിലും തലയ്ക്കും മടിയേറ്റ ജിതിൻ കോളേജിന് പുറത്തേക്കിറങ്ങിയെങ്കിലും പിന്നാലെയെത്തിയ SFI പ്രവർത്തകർ വീണ്ടും മർദ്ദിക്കുകയായിരുന്നു. സംഭവം കണ്ട് ഓടിയെത്തിയ സുഹൃത്ത് ഇടപെട്ടാണ് SFI പ്രവർത്തകരുടെ മർദ്ദനത്തിൽ നിന്ന് ജിതിനെ രക്ഷിച്ചത്. മർദ്ദനമേറ്റ ജിതിനെ സുഹൃത്തുക്കൾ ചേർന്ന് തൃപ്പയാർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആക്രമണ വിവരമറിഞ്ഞ് വലപ്പാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ലോ അക്കാദമി വിഷയത്തിൽ വിദ്യാർത്ഥി വഞ്ചന സ്വയം ബോധ്യപ്പെട്ടതിന്റെ ജാള്യത മറക്കാനാണ് AISFന് നേരെ SFI ആക്രമണം നടത്തുന്നതെന്ന് മർദ്ദനമേറ്റ ജിതിനെ സന്ദർശിച്ച AIYF ജില്ലാ പ്രസിഡന്റ് KP സന്ദീപ് ആരോപിച്ചു. വിദ്യാർത്ഥികളെ വഞ്ചിക്കുകയും കബളിപ്പിക്കുകയും ചെയ്ത് ആ സമരത്തെ ഒറ്റുകൊടുത്തുകൊണ്ട് സമരമുഖത്തു നിന്ന് ഒളിച്ചോടിയ SFI അതിൻ്റെ ജാള്യത മറയ്ക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥി വഞ്ചന ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഇന്ന് പഠിപ്പുമുടക്ക് സമരത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ലോ അക്കാദമി വിഷയത്തിൽ വിദ്യാർത്ഥികളെ വഞ്ചിക്കുകയും കബളിപ്പിക്കുകയും ചെയ്ത സമരത്തെ ഒറ്റുകൊടുത്ത് സമരമുഖത്ത് നിന്ന് ഒളിച്ചോടിയവരാണ് ക്രിമിനലുകളായ SFI പ്രവർത്തകരുടെ താവളമാക്കിയിരിക്കുകയാണ് തൃപ്പയാർ പോളിടെക്നിക് കോളേജ് ഹോസ്റ്റൽ. ഹോസ്റ്റലിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് സൂക്ഷ്മമായ പരിശോധനയ്ക്ക് കോളേജ് അധികാരികൾ തയ്യാറാകണം. ഇത്തരം ആക്രമണങ്ങളുമായി SFI മുന്നോട്ട് പോയാൽ പ്രതിരോധത്തിനൊപ്പം ശക്തമായി തിരിച്ചടിക്കുവാനും AISF തയ്യാറാകുമെന്നും KP സന്ദീപ് മുന്നറിയിപ്പ് നൽകി. ദേശീയപാത 17 ചന്ദ്രാപ്പിനി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിനടുത്ത് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് യുവാവിന് പരിക്ക്. കാറിലുണ്ടായിരുന്ന കൊച്ചി പള്ളുരുത്തി സ്വദേശി ലാജിസിനാണ് പരിക്കേറ്റത്. ഇയാളെ ആക്സ് പ്രവർത്തകർ 3 പീടിക ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 8:30യോടെയായിരുന്നു അപകടം. സ്കൂൾ വിദ്യാർത്ഥികളുമായി മുന്നിൽ പോയിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോഴാണ് കാർ അപകടത്തിൽപ്പെട്ടത്. കാറിന്റെ മുൻവശം തകർന്നിട്ടുണ്ട്. ഡ്രൈവർ പരിക്കില്ലാതെ രക്ഷപ്പെടുകയായിരുന്നു. കൊടുങ്ങല്ലൂർ നഗരത്തിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നാട്ടുകാർക്ക് ഭീഷണിയായി തേനീച്ചക്കൂട്. താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികളായ 2 കുട്ടികൾക്ക് കുത്തേറ്റു. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിക്കടുത്ത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലെ തേനീച്ചക്കൂടാണ് ആശുപത്രിയിലെ രോഗികളെയും ജീവനക്കാരെയും പൊറുതിമുട്ടിക്കുന്നത്. ചൊവ്വാഴ്ച രാത്രിയിൽ ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡിൽ പറന്നെത്തിയ തേനീച്ചക്കൂട്ടം 2 കുട്ടികളെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തേനീച്ചയുടെ കുത്തേറ്റ 2ഉം 5ഉം വയസ്സുള്ള കുട്ടികൾക്ക് ഉടൻ തന്നെ ചികിത്സ നൽകി. ഷോപ്പിംഗ് കോംപ്ലക്സിൽ കൂടുകൂട്ടിയ തേനീച്ചകൾ രാത്രികാലങ്ങളിൽ ആശുപത്രിയിലെ വാർഡുകളിലേക്ക് പറന്നു വരുന്നത് പതിവാണ്. തേനീച്ചയെ ഭയന്നാണ് ആശുപത്രിയിലെ രോഗികളും ജീവനക്കാരും രാത്രി കഴിച്ചുകൂട്ടുന്നത്. ഇടവേള.